മേയർ കെഎസ്ആർടിസി ഡ്രൈവർ തർക്കത്തിൽ സച്ചിൻ ദേവ് എംഎൽഎക്കെതിരെ സാക്ഷിമൊഴി. എംഎൽഎ ബസ്സിൽ കയറിയെന്നും ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ ആവശ്യപ്പെട്ടു എന്നുമാണ് മൊഴി. സച്ചിൻ ദേവ് എംഎൽഎ ബസ്സിൽ കയറിയ കാര്യം കണ്ടക്ടർ ട്രിപ്പ് ഷീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതേസമയം ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന മേയറുടെ പരാതി പോലീസ് ട്രിപ്പ് പുനരാവിഷ്കരിച്ചു. പ്രശാന്ത് ശങ്കരമംഗലത്താണ് ചേരുന്നത്. പ്രശാന്ത്, എന്തായാലും കത്തി നിന്ന ഒരു വിവാദം, അതിന്റെ അന്വേഷണ ഘട്ടത്തിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? KSRTC ഡ്രൈവർ യദുവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി നടത്തിയ ചോദ്യം ചെയ്യലാണ് ഇത്തരത്തിൽ സച്ചിൻ ദേവ് എംഎൽഎക്കെതിരെ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ബസ്സിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെയാണ് ചോദ്യം ചെയ്തത്. ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിലാണ് സച്ചിൻ ദേവ് എംഎൽഎ ബസ്സിൽ കയറി എന്നതടക്കമുള്ള വിവരങ്ങൾ ഈ യാത്രക്കാർ പോലീസിനോട് പറയുന്നത്. മാത്രമല്ല ഈ യാത്രക്കാരോട് ഇറങ്ങിപ്പോകാൻ പറയുകയും ചെയ്തു. കൂടാതെ വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണമെന്നടക്കം സച്ചിൻ ദേവ് പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ യാത്രക്കാരുടെ മൊഴി പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ KSRTCയുടെ രേഖകളിലടക്കം സച്ചിൻ ദേവ് എംഎൽഎ വാഹനത്തിൽ കയറി എന്നത് രേഖപ്പെടുത്തുകയും ചെയ്തു. അതായത് ഈ KSRTCയുടെ കണ്ടക്ടർ രജിസ്റ്റർ ചെയ്ത കണ്ടക്ടറുടെ രജിസ്റ്ററിലാണ് ഇത്തരത്തിൽ യാത്രയും സംബന്ധമായിട്ട് വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇത് ട്രിപ്പ് എന്തുകൊണ്ട് മുടങ്ങി എന്നത് സർക്കാരിനെ അറിയിക്കേണ്ടിയിരിക്കുന്നത്, അത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കേണ്ടിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ട്രിപ്പ് ബുക്ക് രേഖപ്പെടുത്തുന്നത്. അതിലാണ് ഈ സച്ചിൻ ദേവ് എംഎൽഎ വാഹനത്തിൽ കയറി എന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് രണ്ടും പുറത്തു വന്നതോടെയാണ് ഈ സച്ചിൻ ദേവ് എംഎൽഎയും അതുപോലെ തന്നെ മേയറും സർക്കാരും അടക്കം വെട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ വളരെയേറെ ന്യായീകരണവാദങ്ങൾ മുഴക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വാഹനത്തിൽ കയറിയില്ല എന്നടക്കമുള്ള ന്യായീകരണങ്ങൾ മുഴക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തരത്തിൽ ഈ യാത്രക്കാരുടെ മൊഴി പുറത്തു വന്നതോടെ ഇവർ വെട്ടിലാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, മേയറുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ മേയർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനം, അതായത് KSRTC വാഹനത്തിന്റെ യാത്ര പോലീസ് പുനരാവിഷ്കരിച്ചത്. അതായത് വാഹനത്തിൽ ഇരുന്നുകൊണ്ട് അതായത് ലൈംഗികമായിട്ടുള്ള അധിക്ഷേപം നടത്തിയെന്നൊരു പരാതി മേയർ നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധന എന്ന വണ്ണമാണ് ഇത്തരത്തിലൊരു ട്രയൽ റൺ നടത്തിയത്. ആ റണ്ണിലാണ് ഇത്തരത്തിൽ ഒരു അതായത് രാത്രി തന്നെ ആ സമയത്ത് ഏത് സമയത്താണോ ഈ സംഭവം നടന്നത് ആ സമയത്തെ ഒരു പുനരാവിഷ്കരണം നടത്തുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ടാണ് ട്രിപ്പ് പുനരാവിഷ്കരണത്തിനായി പദ്ധതി ഇടുന്നതും അത് ആവിഷ്കരിക്കുന്നതും.